മിറർ ന്യൂറോൺസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ ലോബിലെ ബഞ്ച് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഇതാണ് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ മാനറിസംസ്, ബിഹേവിയറിസം, അവരുടെ ലാംഗ്വേജ്, അവരുടെ പെരുമാറ്റ രീതികൾ, ഇതെല്ലാം ഈ മിറർ ന്യൂറോൺസ് അങ്ങ് ഗ്രാസ്പ് ചെയ്തെടുക്കും. എന്നിട്ട് അത് അവരുടെ ആ മാനറിസംസ് നമ്മളുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളെ അതുപോലെ ആക്കിയെടുക്കും. അതാണ് ഈ മിറർ ന്യൂറോൺസ്. അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ലാലേട്ടൻ്റെ ആ സഫറിങ് കാണുമ്പോൾ നമുക്കും തോന്നിയിട്ടുണ്ട് ആ ജോർജ് സാറിനിട്ട് 2 പൊട്ടിച്ചാലോ എന്ന്. കുറച്ച് നേരത്തേക്ക് ആ ഒരു ബ്രെയിൻ, ലാലേട്ടൻ്റെ ആ സഫറിങ്ങിൻ്റെ ആ ഒരു ബ്രെയിൻ നമ്മൾ അങ്ങ് ഗ്രാസ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെയുള്ള ആ ഒരു ഇമോഷൻസ് ഒക്കെ തോന്നുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളായിട്ട് ആരൊക്കെയാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. കാരണം അല്ലെങ്കിൽ അവരുടെ ആ മാനറിസംസ് നമുക്കും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗുഡ് മോർണിംഗ്.